ഹായ് ഫ്രണ്ട്സ്, പറങ്ങണി വ്ളോഗ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ചു കാലത്തിന് ശേഷം ഒരു അൺബോക്സിംഗ് വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത്. അപ്പൊ ഒന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത് പോക്കോന്റെ X3 മോഡലാണ്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. പോക്കോ ബ്രാൻഡിന്റെ മുൻപിറക്കിയ എല്ലാ സ്മാർട്ട് ഫോണുകളും വൻ വിജയകരമായിരുന്നു. പോക്കോ X3യുടെ പ്രത്യേകത എന്തെന്നാൽ പോക്കോ ബ്രാൻഡിന്റെ റീബ്രാൻഡ് ചെയ്യാതെ ഇറക്കിയ സെക്കൻഡ് സ്മാർട്ട് ഫോണാണ് പോക്കോ X3. അപ്പൊ നമുക്ക് നമ്മുടെ പോക്കോ X3 ഫോൺ അൺബോക്സ് ചെയ്ത് നോക്കാം. പോക്കോ X3 ഫോൺ ബുക്ക് ചെയ്തത് ഫ്ലിപ്കാർട്ടിലാണ്. ഫ്ലിപ്കാർട്ടിന്റെ പാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ മോശമായിരുന്നു. ഇപ്പോ എയർ ടൈറ്റ് ആയിട്ടാണ് നമ്മൾ ഫോണൊക്കെ ബുക്ക് ചെയ്യുമ്പോൾ പാക്ക് ചെയ്തിട്ട് വരാറ്. ഇപ്പൊ അതിൽ ഉണ്ടായിരുന്നത് ഇതേപോലെ ചെറിയ കാർഡ്ബോർഡും കാര്യങ്ങളൊക്കെയാണ്. ഇതുകൊണ്ട് എന്താണ് അവർ ഉദ്ദേശിച്ചതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പൊ പാക്കിംഗ് വളരെ മോശമാണ് ഫ്ലിപ്കാർട്ടിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഫോണൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫോൺ വന്നിരിക്കുന്ന ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലാക്കിലാണ്. ബ്ലാക്കിൽ യെല്ലോയില് പോക്കോ X3 എന്ന് എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇന്ത്യാസ് നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് മെയ്ഡ് ഇൻ ഇന്ത്യ ആണ് ഈ ഫോണ്. പിന്നെ ഇതിന്റെ പുറകുവശത്തേക്ക് വന്നു കഴിഞ്ഞാൽ കൊബാൾട്ട് ബ്ലൂ 8GB 128GB ആണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെയും എഴുതിയിട്ടുണ്ട് മെയ്ഡ് ഇൻ ഇന്ത്യ എന്നുള്ളത്. അപ്പൊ നമുക്ക് ഈ ബോക്സ് ഓപ്പൺ ചെയ്ത് നോക്കാം. നമ്മൾ പോക്കോന്റെ സ്മാർട്ട് ഫോണിന്റെ ബോക്സ് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ബ്ലാക്ക് ആയിരുന്നു. ഇപ്പൊ അതൊന്ന് ഓപ്പൺ ചെയ്ത സമയത്ത് ഇവിടെ കാണുന്നത് ഫുള്ള് യെല്ലോ കളറുള്ള ബോക്സ് ആണ്. അപ്പൊ നമ്മുടെ ഫോണിന്റെ ബോക്സ് നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ തന്നെ സിം ഇജക്ടർ ഉണ്ട് ഇതില്. അതുപോലെ തന്നെയാണ് നമ്മുടെ യൂസർ മാനുവൽ ഇതിൽ കൊടുത്തിട്ടുണ്ട്. യൂസർ മാനുവൽ ഉണ്ട്. അതുപോലെ തന്നെ ബാക്ക് കേസ് ആണ് ഫോണിന്റെ. നമുക്ക് നോക്കാം. ഷെയ്ഡിങ് ആയിട്ട് ഉള്ളതാണ്. ഇതിപ്പോ അത് നോക്കിയാൽ തന്നെ അറിയാം നമ്മുടെ ക്യാമറ എങ്ങനെയുള്ളതാണെന്ന് നമുക്ക് ഇത് തന്നെ മനസ്സിലായിട്ടുണ്ടാവും. നമ്മളിപ്പോ പൗച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ ട്രാൻസ്പെറന്റ് ആണ്. ട്രാൻസ്പെറന്റ് ആയതുകൊണ്ട് തന്നെ ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഇതുണ്ടായിരുന്നു. അപ്പൊ ഞാനിത് കഴിഞ്ഞ ദിവസം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇന്നലെയാണ് വന്നത്. അപ്പോൾ ഇതാണ് ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ളത്. അപ്പൊ നമുക്കത് ഫോണുണ്ട്, സ്മാർട്ട് ഫോൺ ഇപ്പൊ ഇതിലുണ്ട്. നമുക്ക് സ്മാർട്ട് ഫോൺ എടുക്കാം. ഇതിപ്പോ ഇങ്ങോട്ട് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് ഇവിടെ ഇതിന്റെ ഉള്ളിൽ കുറച്ച് സാധനങ്ങളും കൂടി ഉണ്ട്. അതെന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിൽ ചാർജിങ് കേബിൾ ഉണ്ട്. USB ചാർജിങ് കേബിൾ ആണ്. അത് C പോർട്ട് തന്നെയാണ്. ഇത്തിരി ലെങ്ത് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ചാർജ് ചെയ്തിട്ട് യൂസ് ചെയ്യാം, ലെങ്ത് ഉള്ളത് കൊണ്ട് തന്നെ. അതുപോലെ ഫാസ്റ്റ് ചാർജർ ആണ്. 33 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജർ ആണ് ഇതിൽ വരുന്നത്. ഇതിപ്പോ നമ്മുടെ ബോക്സിൽ എന്തൊക്കെയുള്ളതെന്ന് വെച്ച് നോക്കി നമ്മള്. ഇപ്പൊ അടുത്ത് നമ്മുടെ ഫോൺ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് നമ്മുടെ പോക്കോ X3. ഫോണിന്റെ താഴ്ഭാഗത്തായിട്ട് സ്പീക്കർ ഉണ്ട്. അതുപോലെ തന്നെ നോയിസ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. പിന്നെ നമ്മുടെ ചാർജിംഗ് പോർട്ട്, C ടൈപ്പ് ചാർജിംഗ് പോർട്ട് വരുന്നുണ്ട്. 3.5mm ഓഡിയോ ജാക്ക് നമ്മുടെ ഈ താഴ്ഭാഗത്തായിട്ട് ഇത് കാണുന്നുണ്ട്. നമ്മുടെ മുകൾ ഭാഗത്തായിട്ട്, ഫോണിന്റെ മുകൾ ഭാഗത്തായിട്ട് നോയിസ് ക്യാൻസലേഷൻ മൈക്ക് വരുന്നുണ്ട്. സെക്കൻഡറി നോയിസ് ക്യാൻസലേഷൻ മൈക്കാണ്. അതുപോലെ തന്നെ സെക്കൻഡറി സ്പീക്കർ വരുന്നുണ്ട്. അതുപോലെ വേറെ ഒന്ന് വരുന്നത് നമ്മുടെ റിമോട്ട് ആയിട്ട് യൂസ് ചെയ്യുന്ന സെൻസർ ആണ്. അതിപ്പോ AC, അതുപോലെ തന്നെ നമ്മുടെ ലൈറ്റ്സ്, TV റിമോട്ട്, അതൊക്കെ ആയിട്ട് നമുക്ക് ഇത് യൂസ് ചെയ്യാവുന്നതാണ്. ഫോണിന്റെ ലെഫ്റ്റ് സൈഡ് ആയിട്ടാണ് സിം സ്ലോട്ട് ഉള്ളത്. അപ്പൊ നമുക്ക് സിം ഇജക്ടർ വെച്ചിട്ട് സിം സ്ലോട്ട് ഒന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇത് നല്ല ടൈറ്റ് ഉണ്ട്. ഇതെടുക്കാൻ നമുക്ക് നല്ല ടൈറ്റ് ഉള്ളത് കൊണ്ട് തന്നെ ഇത്തിരി ബുദ്ധിമുട്ടാണ് എടുക്കാൻ. അപ്പൊ നമ്മുടെ സിം സ്ലോട്ട് വന്നിട്ട് ഒരേ സമയം 2 സിമ്മോ അല്ലെങ്കിൽ ഒരു സിമ്മും ഒരു മെമ്മറി കാർഡുമാണ് ഇതിൽ യൂസ് ചെയ്യാൻ പറ്റുക. ഹൈബ്രിഡ് സിം സ്ലോട്ടാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. പോക്കോ X3ക്ക് നല്ല ഭാരമുണ്ട്. 225 ഗ്രാമാണ് ഇതിന്റെ ഭാരം. അതുപോലെ തന്നെ തിക്നെസ് എന്ന് വന്നു കഴിഞ്ഞാൽ 10.08 mm ആണ് ഇതിന്റെ തിക്നെസ് വരുന്നത്. അതുപോലെ തന്നെയാണ്
പവർ ബട്ടണിലാണ് നമുക്ക് ഫിംഗർ പ്രിന്റ് സെൻസർ വന്നത്. പവർ ബട്ടണിലാണ് ഇതിന്റെ ഫിംഗർ പ്രിന്റ് സെൻസർ വരുന്നത്. അപ്പൊ നമുക്ക് ഡിവൈസ് ഒന്ന് ഓൺ ചെയ്ത് നോക്കാം. പവർ ബട്ടൺ ഒന്ന് ലോങ് പ്രസ് ചെയ്യാം. അപ്പൊ തന്നെ പോക്കോന്ന് യെല്ലോയിൽ എഴുതി കാണിക്കുന്നുണ്ടാവും. ഷവോമിയുടെ പ്രോസസ്സായ MI/UI 12 ഇത് പ്രവർത്തിക്കുന്നത്. 3 വേരിയന്റുകളിലായിട്ടാണ് ഈ ഫോൺ ഇറങ്ങിയിരിക്കുന്നത്. 6GB റാമും 64 ഇന്റേണൽ സ്റ്റോറേജുമായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ 6GB റാമും 128GB ഇന്റേണലും ആയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. നമ്മുടെ പോക്കോ X3 ഇപ്പൊ വാങ്ങിയതെന്ന് വെച്ച് കഴിഞ്ഞാൽ 8GB റാമും അതുപോലെ തന്നെ 128GB ഇന്റേണലും ആയിട്ടാണ് വാങ്ങിയിരിക്കുന്നത് നമ്മൾ. അപ്പൊ അതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 16,999 രൂപയ്ക്കാണ് ഇതിന്റെ പ്രൈസ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. നമ്മൾ വാങ്ങിയ ഫോൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ 8GB റാമും 128GB ഇന്റേണൽ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന്റെ വില 19,000 രൂപയ്ക്കാണ് നമ്മൾ ഈ ഫോൺ വാങ്ങിയത്. ഈ ഫോണിന്റെ ഡിസ്പ്ലേക്ക് HDR10 സപ്പോർട്ട് ഉള്ളത് കൊണ്ട് തന്നെ വീഡിയോസ് എല്ലാം നല്ല രീതിയിൽ കാണാൻ സാധിക്കും. അതുകൂടാതെ തന്നെ ടച്ചിങ് എല്ലാം വളരെ സെൻസിറ്റീവ് ആണ്. നിങ്ങൾക്ക് നോക്കുമ്പോൾ തന്നെ കാണാൻ സാധിക്കുന്നതാണ്. ടച്ചിങ് വളരെ സെൻസിറ്റീവ് ആണ് ഇതിലുള്ളത്. റെഡ്മി ഫോൺ ഉപയോഗിച്ചവർക്ക് മനസ്സിലാവും, നമ്മുടെ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ഫോൺ വളരെ ഹീറ്റ് ആവാറുണ്ട്. അപ്പൊ നമ്മുടെ പോക്കോ X3യുടെ പ്രത്യേകത എന്തെന്നാൽ ഇപ്പൊ ഗെയിമൊക്കെ കളിക്കുന്ന സമയത്ത് ഫോൺ ഹീറ്റ് ആവില്ല. അപ്പൊ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ലിക്വിഡ് കൂളിംഗ് സിസ്റ്റം ഇതിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ നമ്മുടെ ഫോൺ തണുപ്പിക്കാൻ സാധിക്കും. പോക്കോ X3യുടെ ഡീമെറിറ്റ്സ് എന്തെന്നാൽ കോൾ റെക്കോർഡിംഗിനായി ഇൻബിൽട്ട് ആയിട്ട് ഒരു ആപ്പ് നൽകിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് കോൾ റെക്കോർഡിംഗിന് വേണ്ടി തേർഡ് പാർട്ടി ആപ്ലിക്കേഷൻ ഉപയോഗിക്കേണ്ടി വരും. കൂടാതെ തന്നെ മറ്റൊരു ഡീമെറിറ്റ്സ് എന്തെന്നാൽ LCD ഡിസ്പ്ലേ ആയതുകൊണ്ട് തന്നെ LED ഡിസ്പ്ലേ പോലെ നമുക്ക് ഇത് ആസ്വദിക്കാൻ സാധിക്കുകയില്ല. മറ്റൊരു ഡീമെറിറ്റ്സ് പറയുകയാണെങ്കിൽ പവർ ബട്ടണിലാണ് പോക്കോ X3 ഫിംഗർ പ്രിന്റ് സെൻസർ വന്നിരിക്കുന്നത്. ഇതിൽ സ്പേസ് വളരെ കുറവാണ്. മറ്റുള്ള ഫോണുകളെ അപേക്ഷിച്ച് സ്പേസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇതൊരു വലിയൊരു ഡീമെറിറ്റ്സ് തന്നെയാണ് ഈ ഫോണിന് ഉള്ളത്. ഇന്നത്തെ അൺബോക്സിംഗ് വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പോക്കോ X3 ആയിരുന്നു. ഇപ്പൊ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും. അപ്പൊ നമ്മുടെ ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ അടുത്ത ട്രാവൽ സീരീസ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് പറങ്ങണ്ടി വ്ളോഗ്സിന്റെ. അപ്പൊ ട്രാവൽ സീരീസ് നമ്മൾ ചെയ്യുന്നത് പോക്കോ X3 വെച്ചിട്ടായിരിക്കും. അപ്പൊ നമുക്ക് ഇതിന്റെ ക്യാമറ ക്വാളിറ്റിയും കാര്യങ്ങളും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി നിങ്ങളുടെ മുമ്പിലേക്ക് എത്തുന്നത് വരയ്ക്കും ബൈ.